إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുറന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെയാണ് പരിശുദ്ധ ഖുർആനിലൂടെ പവിത്രമാണ് എന്ന് വിശേഷിപ്പിച്ചത്. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 4 മാസങ്ങൾ ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നിന്റെയും പേര് നമുക്ക് പറഞ്ഞു തന്നു. മുഹറം, റജബ്, പിന്നെ അടുത്തടുത്ത് നിൽക്കുന്ന ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 4 പവിത്രമായ മാസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദുൽഹിജ്ജ മാസമാണ്. അഥവാ നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ഈ മാസം. ഇന്ന് ദുൽഹിജ്ജ 2-ാം തീയതിയാണ്. അതെങ്ങനെയാ ദുൽഹിജ്ജ 2 നമ്മൾ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ ഇന്നലെ മിനിയാന്ന് പിറ കണ്ടു, അങ്ങനെ ഇന്നലെ 1ആയി, ഇന്ന് 2ആയി. അതങ്ങനെ തന്നെ അംഗീകരിക്കലും അങ്ങനെ കൂടെ നിൽക്കലുമാണ് ഖൈർ. ന്യൂനപക്ഷം വരുന്ന ചില ആളുകൾ സൗദിയ ആധാരമാക്കി ദുൽഹിജ്ജയെ അവിടത്തെ പോലെ കണ്ടാൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അത് ആളുകൾക്കിടയിൽ ഫിത്നയ്ക്കും ഫസാദിനും കാരണമാവും. ഫസാദുകളുടെ വാതിൽ അടക്കലാണ് എപ്പോഴും ഖൈർ. കാരണം ശൈത്താൻ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, മുവഹിദുകൾക്കിടയിൽ, നമ്മൾ മെമ്പറിന്റെ മുകളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട, ഇസ്ലാമിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്നത് മുവഹിദുകളെ സംബന്ധിച്ചാണ്. ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിം എന്ന അല്ലെങ്കിൽ മുഅ്മിൻ എന്ന പദം പ്രയോഗിക്കൂല. അപ്പോ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ഉമ്മത്തിന്റെ മുന്നിൽ മാതൃകയാകേണ്ടുന്ന മുവഹിദുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാനുള്ള ചെറിയ ഒരു കാര്യം കിട്ടിയാൽ മതി, ശൈത്താൻ അതിനെ ഊതി കത്തിച്ച് വലിയ പ്രശ്നമാക്കി മാറ്റും. മനസ്സുകൾ തമ്മിൽ അകലും, വെറുതെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകും, നിലവിലുള്ള സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ബഹുമാനപ്പെട്ട സലഫുകളായ ഉലമാക്കളുടെ അഭിപ്രായത്തിൽ
പരിശുദ്ധ റമദാനിന്റെ ദിവസങ്ങളെക്കാൾ അഫ്ദലായ ദിവസങ്ങളാണ് 1 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങൾ. അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു. ഒരാള് പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ദിവസങ്ങളിൽ ഒരു 2 റക്അത്ത് നഫിൽ നിസ്കാരം എക്സ്ട്രാ നിസ്കരിച്ചു. 2 റക്അത്ത് വെറുതെ നിസ്കരിച്ചു കൂലി കിട്ടാൻ. മറ്റൊരാള് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിലും അതുപോലെ 2 റക്അത്ത് നഫിൽ നിസ്കരിച്ചു. അയ്യുഹുമാ അഫ്ദൽ? ഈ 2 ആളുകളിൽ ആര് നിസ്കരിച്ച 2 റക്അത്താണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത്? കുട്ടികൾ പറഞ്ഞു റമദാനിൽ നിസ്കരിച്ച നിസ്കാരമാണ്. ഷെയ്ഖ് പറഞ്ഞു ബൽ അസ്സാനി, അല്ല, രണ്ടാമത് പറഞ്ഞതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിൽ 10 ദിവസത്തെ മാറ്റിവെച്ച് ബാക്കി 355 ദിവസത്തേക്കാൾ ഏറ്റവും അഫ്ദൽ എന്ന് പറഞ്ഞത് ഈ വരുന്ന 10 ദിവസങ്ങളെ സംബന്ധിച്ചാണ്. വേറൊന്നിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സലഫുകൾ, നമ്മൾ സാധാരണ പരിശുദ്ധ റമദാൻ വരുമ്പോൾ എങ്ങനെയാണോ ആവേശഭരിതരാകുന്നത്, അതുപോലെ ദുൽഹിജ്ജ മാസം വന്നപ്പം ഒരു പ്രത്യേക ആവേശത്തിൽ വന്നു. മടക്കേരി സലഫി മഹല്ലിലെ ആളുകള് സുന്നത്ത് നോമ്പിനെ പറ്റിയും നോമ്പ് തുറയെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്തപ്പം മനസ്സിന് വലിയ സന്തോഷായി. അങ്ങനെ വേണം എന്ന് പറഞ്ഞ ആ ദുൽഹിജ്ജ മാസത്തെ അങ്ങനെ പരിഗണിക്കണം. ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, കാനൂ യുഅദ്ദിമൂന 3 അശ്റാത്ത്. സലഫുകൾ 3 പത്തുകളെ പ്രത്യേകം ആദരിച്ചിരുന്നു. ഒന്ന് പരിശുദ്ധ മുഹറത്തിന്റെ ആദ്യത്തെ അൽ അശ്റുൽ ഊല മിൻ ഷഹ്രി മുഹറം. രണ്ടാമത്തേത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10. മൂന്നാമത്തേത് അൽ അയ്യാമുൽ അഖീറു മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ 10. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു ആവേശം വരുന്നുണ്ടെങ്കിൽ, നമ്മൾ പരിശുദ്ധ റമദാനിൽ അവസാനത്തെ 10 കാണിച്ച പോലെ ഇബാദാത്തുകൾക്കൊരു മുന്നൊരുക്കം കാണിക്കുന്നുണ്ടെങ്കിൽ ഈമാന്റെ അടയാളമാണ്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയത്തിൽ ഈമാന്റെ തീപ്പൊരി ഉള്ളത് കൊണ്ടാണ് സലഫുകൾ ആദരിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന മൻഹജ് അനുസരിച്ച് ഈ ദിവസങ്ങളെ പ്രത്യേകം പരിഗണിക്കാൻ നമുക്ക് സാധിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങൾക്കുള്ള മറ്റു പ്രത്യേകത പറഞ്ഞു. അതിലൊന്ന് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഈ 10 ദിവസം ചെയ്യുന്ന അമലുകളാണ്. ആരാധന ഒഴിവാക്കുക. നമ്മൾ റമദാൻ മാസത്തിൽ സാധാരണ പറയാറുണ്ടല്ലോ, അവസാനത്തെ 10ന്റെ പോരിശ അറിയുന്ന ഏത് മുഅ്മിനാണ് ആ ദിവസത്തെ പാഴാക്കി കളയുക? അതേ ചോദ്യം സലഫുകൾ ഈ ദിവസങ്ങളിൽ ചോദിച്ചു ഉമ്മത്തിനോട്. ഈ ദിവസങ്ങൾ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ്. ആരാ ഒഴിവാക്കി കളയുക? മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്കാഹാ ഇൻദല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരടിമ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പരിശുദ്ധമായി അല്ലാഹു പരിഗണിക്കുന്ന അമൽ ഈ 10 ദിവസത്തെ അമലുകളാണ്. ഓരോ റിവായത്തിൽ വന്നു അഅദമുഹാ സവാബൻ, ഏറ്റവും അധികം കൂലി അല്ലാഹു കൊടുക്കുന്നത് ഈ ദിവസങ്ങളിലുള്ള അമലുകൾക്കാണ്. അപ്പൊ എങ്ങനെയായിരിക്കണം ശരിക്കും ഞാനും നിങ്ങളും? നമ്മൾ ഈ പള്ളിയിൽ തന്നെ പരിശുദ്ധ റമദാനിന്റെ അവസാന ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യാനുള്ള ആവേശവും ചെയ്തവരെയും കണ്ടവരാണ്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, അതുപോലെ സദഖ വർദ്ധിപ്പിച്ച് ഖുർആനോത്ത് പറ്റുമെങ്കിൽ ഉലമാക്കൾ പറഞ്ഞു ഈ 10 ദിവസം കൊണ്ട് ഒരു ഖത്മ് തീർക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലതാണ്. ഒരു ദിവസം 3 ജുസ് ഓതിയാ മതി. പെരുന്നാളാകുമ്പോഴേക്കും ഖത്മ് തീരും. അദ്കാറുകൾ വർദ്ധിപ്പിച്ച്, തക്ബീറാത്തുകൾ വർദ്ധിപ്പിച്ച്, നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആളുകൾ മറന്നുപോയ സുന്നത്തുകളെ ജീവിപ്പിച്ച്, മാർക്കറ്റുകളിൽ പീടികയിലിരിക്കുമ്പം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ആളുകൾ കേൾക്കുന്ന ശബ്ദത്തിൽ തക്ബീർ പറഞ്ഞ് അവരെയും അത് ഓർമ്മിപ്പിച്ച് അതങ്ങ് ആദത്താവണം. നമ്മളെ വളർന്നു വരുന്ന ചെറിയ മക്കൾക്ക് ഇതാ ദുൽഹിജ്ജ വരികയാണ്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, വളരെ പോരിശയുള്ള ദിവസങ്ങളാണ് എന്ന് പഠിക്കുന്ന തരത്തിൽ നമ്മൾ അത് ചെയ്ത് കാണിക്കണം. റമദാനിൽ കാണിച്ച പോലെ.
റമദാൻ ഈ മക്കൾക്ക് എന്തൊരു ആവേശം ഉണ്ടായിരുന്നു. അതേപോലെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര വലിയ ശ്രേഷ്ഠത ഈ ദിവസങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പരമാവധി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. മാത്രമല്ല ഈ പരിശുദ്ധമായ ദിവസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കർമ്മത്തിന് വേണ്ടി സെലക്ട് ചെയ്ത ദിവസങ്ങൾ. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷവാനാകുന്ന ദിവസം അവൻ ഹജ്ജ് ചെയ്ത് പൂർത്തിയാക്കുന്ന ദിവസമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പൂർത്തീകരണമായി അഥവാ അർക്കാനുൽ ഇസ്ലാമിൽ അഞ്ചാമതായി എണ്ണിയത് ഹജ്ജുൽ ബൈത്ത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, സാധിക്കുമെങ്കിൽ അവൻ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതഅ ഇലൈഹി സബീല. ആരോഗ്യം കൊണ്ടും സാമ്പത്തിക മേഖലയിലും പോക്കുവരവായുള്ള യാത്രാ സൗകര്യത്തിലും ആർക്കെങ്കിലും പരിശുദ്ധമായ കഅബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുവാൻ സാധിച്ചാൽ അത് അവന് അള്ളാഹിനോടുള്ള ഹക്കായി മാറിയിരിക്കുന്നു. കടമയാണ്, ബാധ്യതയാണ്, അതിലൊഴിവാൻ പറ്റൂല. എനിക്ക് ആരോഗ്യമുണ്ടോ, എനിക്ക് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ, എനിക്ക് വാഹന സൗകര്യം അല്ലെങ്കിൽ യാത്രാ സൗകര്യമുണ്ടോ എന്ന് എനിക്കും അറിയാം, എന്റെ ഉള്ളറിയുന്ന റബ്ബിനും അറിയാം. ഒളിപ്പിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഹജ്ജിനുള്ള സൗകര്യം മുന്നിൽ വന്നിട്ടും അത് പിന്നെയാവാം എന്ന് പറഞ്ഞ് താമസിപ്പിക്കുന്നവരുണ്ട്. അവർ ചെയ്യുന്ന കഥ എന്താ അറിയോ? അള്ളാഹിനോടുള്ള ഹക്ക് പൂർത്തിയാക്കാൻ താമസിപ്പിക്കുകയാണ്. അതിനിടയിൽ എങ്ങാനും അവന് മലക്കുൽ മൗത്ത് വന്ന് കൊണ്ടുപോയാൽ ഉടമസ്ഥനോടുള്ള ഹക്ക് പൂർത്തിയാക്കാതെ പോയവനായി മാറും. അല്ലാഹു കാക്കട്ടെ. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി വന്നു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫീ കുല്ലി ആം. കാരണം സഹാബത്തിന് അല്ലാഹുവിന്റെ ഒരു കൽപ്പന വന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്ന പരിപാടിയില്ല, അത് പിന്നെ അങ്ങ് ചെയ്യലാണ്. അഫീ കുല്ലി ആം, ഇത് അല്ലാഹു ഈ പറഞ്ഞത് എല്ലാ വർഷത്തിലും ഹജ്ജിന് പോകണമെന്നാണോ? സക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞില്ല. അവര് പിന്നെയും ആവർത്തിച്ചു അഫീ കുല്ലി ആം, നബി ഒന്നും മിണ്ടിയില്ല. മൂന്നാമതും ആവർത്തിച്ചു അഫീ കുല്ലി ആം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൂല്ല, അല്ല, ലൗ ഖുൽതു നഅം, ഞാൻ അതേ എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ലവജബ്, എല്ലാ വർഷവും നിങ്ങൾക്ക് പോകേണ്ടി വരുമായിരുന്നു. എന്നിട്ട് അല്ലാഹു റസൂൽ കാര്യം കൂടി പറഞ്ഞു, എന്താണോ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് കേട്ടങ്ങ് ചെയ്തോളുക, തിരിച്ചിങ്ങോട്ട് ചോദിക്കാതിരിക്കുക. ലാ തസ്അലു അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസുക്കും. അല്ലാഹു ആയത്തിറക്കി ഈ സഹാബിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട്, ഇതാ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. കേട്ടാൽ അതെങ്ങനെ ചെയ്തോളുക. പിന്നെ അതിന്റെ അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്, അത് ചിലപ്പോ നിങ്ങൾക്ക് ദോഷമായി മാറും. മൂസ നബിന്റെ ഖൗമ ചെയ്ത പോലെ പശുവിനെ അർത്ഥം മതിയായിരുന്നു. ഏതെങ്കിലും പശുവിനെ, തൊണ്ടനോ തൊണ്ടിയോ ചെറുതോ വലുതോ ഏതും ആയിക്കോട്ടെ, ഏത് കളറും ആയിക്കോട്ടെ, ബനൂ ഇസ്രായേൽ കുറച്ച് കടുപ്പം കാണിച്ചു. മൂസ അലൈഹിസ്സലാം, നീ നിന്റെ റബ്ബിനോടൊന്ന് ചോദിച്ചു നോക്കിയേ, പശുവിനെ അറക്കാൻ പറഞ്ഞല്ലേ, അത് എങ്ങനത്തെ പശു ആവണം? അള്ളാഹു കുറച്ച് കടുപ്പം കൂട്ടി. എങ്ങനത്തെ പശു ചോദിച്ചാൽ വയസ്സുള്ളതും ആയിക്കൂടാ, നന്നേ ചെറുതും ആയിക്കൂടാ, ആ കന്യക പ്രായത്തിലുള്ള പശുവിനെ തന്നെ വേണം. അവാനും ബൈനദാലിക്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു ഫഫ്അലു മാ തുഅ്മറൂൻ, ബേ നോക്കി പിടിച്ചിട്ട് വേ അർത്ഥോ, ഇനിയും ചോദിക്കാൻ നിൽക്കല്ല. പക്ഷെ ബനൂ ഇസ്രായേൽ അടങ്ങിയില്ല. അടുത്ത ചോദ്യം വന്നു. അത് നമുക്ക് നല്ലല്ല കേട്ടോ. ദീനിന്റെ കാര്യത്തിൽ ആവശ്യമില്ലാണ്ട് ചിന്തിച്ചിട്ട് അനാവശ്യ ചോദ്യങ്ങള് നല്ലല്ല. ചോദിച്ചെന്താ അറിയോ? മൂസ അലൈഹിസ്സലാം, എന്ത് കളറാ വേണ്ടത്? അല്ലാഹു കുറച്ചും കൂടി കടുപ്പാക്കി. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫ്റാ, മഞ്ഞ നിറം വേണം. വെറും യെല്ലോ കളർ അല്ല, ഫാഖിഉൽ ലൗനുഹാ, മഞ്ഞ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിളങ്ങണം. തസുറുൻ നാദിരീൻ, നോക്കുന്നവന്റെ കണ്ണടച്ചു പോണം. അത്ര നല്ല ഗോൾഡൻ കളറുള്ള പശുവിനെ തേടി പിടിച്ചോണം. ഓടി. ഇനി അതിനെ അറക്കാൻ പറ്റൂ, വേറെ ഒന്നിനെ അറുത്തൂടാ. ബനൂ ഇസ്രായേൽ ഓടി, നാട് മുഴുവനും ഓടി. കിട്ടി. പക്ഷെ അടുത്ത ചോദ്യം വന്നു, മൂസ നീ ഒന്നുകൂടി ചോദിച്ചു നോക്കിയേ അലൈഹിസ്സലാം, നമുക്കൊരു തൃപ്തിയായി, ഇനിയും ചോദിച്ചു നോക്കിയേ. അള്ളാഹിന്റെ അടുത്ത് നിന്ന് പിന്നെയും വന്നു. ജോലിക്ക് ഉപയോഗിച്ചൂടാ, പിന്നെ കൃഷിയിടങ്ങളിൽ നിലമുഴുകാൻ വേണ്ടി ഉപയോഗിച്ചൂടാ. ഞാൻ ഈ പറഞ്ഞ നിറത്തിൽ ഒരു ചെറിയ പൊടിക്ക് പോലും വേറെ കളർ ഉണ്ടാവാനും പറ്റൂല. പരിധി പിടിച്ചോ. അതിന്റെ രോമം തൊലിയും
അതിന്റെ നെറ്റിയും തലയും കാലും മുട്ടും മുഴുവൻ കൃത്യമായ കളർ വേണം. ഒരു ജോലി ചെയ്തതിന്റെ അടയാളം പോലും ഉണ്ടാവാൻ പറ്റില്ല. ഓടിച്ചു കളഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, ഇവർ അങ്ങോട്ട് കടുപ്പം കാണിച്ചപ്പം അള്ളാഹ് അതിനേക്കാളും വല്ല കടുപ്പം ഇങ്ങോട്ട് കാണിച്ചു. അതെന്തിനാ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്? നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞെന്നാൽ ആടെ നിന്ന് ചെയ്തോളണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അത് നിങ്ങൾക്ക് മോശമായി ഭവിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജ് വാജിബുള്ളൂ. പിന്നെയും കഴിവുള്ളവർക്ക് കഴിയും പോലെ ഇഷ്ടം പോലെ ചെയ്യാം. അള്ളാഹു ഒന്നെങ്കിലും തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഒരാൾക്ക് ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇരിക്കാൻ സാധിച്ചാൽ അയാൾക്ക് സന്തോഷിക്കാനും ആ സന്തോഷം പ്രകടിപ്പിക്കാനും അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്ത് കഴിഞ്ഞു വന്നു, ഒരാട്ടിനടുത്ത് ബിരിയാണി വെച്ചിട്ട് നമ്മളെ വിളിച്ചു തിന്നാൻ ധൈര്യമായിട്ട് പോയിട്ട് കഴിക്കാം. മുവഹിദിന്റെ കേട്ടോ, മുശ്രിക്കിന് ഹജ്ജില്ല, ധൈര്യമായിട്ട് കഴിക്കാം. ആ ഭക്ഷണം സുന്നത്തായ ഭക്ഷണമാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഈ ആയത്തിനെയാണ് ഉലമാക്കള് തെളിവുദ്ധരിച്ചത്. അള്ളാഹു നിങ്ങൾക്കൊരു ഫദ്ല് തന്നു. അതായത് ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനുകളുടെ ഒരു അഭിലാഷമാണ് ഹജ്ജ്. എങ്ങനെങ്കിലും അവിടെ ഒത്തിക്കിട്ടാൻ ഹജ്ജിന്റെ ആ 6 ദിവസങ്ങളിലുള്ള കർമ്മങ്ങളെ മനോഹരമായിട്ടൊന്ന് ചെയ്തു തീർക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ വമ്പിച്ച കൂലിയുമായി തിരിച്ചു വരാൻ അതിന് അള്ളാഹു ഒരാൾക്ക് അവസരം കൊടുത്താൽ ഫഫ്റഹു, നിങ്ങൾക്ക് സന്തോഷിക്കാം. സന്തോഷിക്കുന്ന അടിമക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ടറിയോ? അവന്റെ സ്വത്ത് ലക്ഷങ്ങൾ വേണം ഹജ്ജിന് പോവാൻ. ഇനി അവിടെ ചെന്നിട്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ട അമലാണ്. വെറുതെ ഇരുന്നാ പറ്റൂല. നടക്കണം, വിയർക്കണം, കഷ്ടപ്പെടണം. ചിലപ്പം വിശപ്പായിരിക്കും, ചിലപ്പോ ക്ഷീണിക്കും, അവശതയുണ്ടാവും. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും ചെയ്യുന്ന ജിഹാദാണ് ഹജ്ജ്. തീർച്ചയായും സന്തോഷിക്കാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നമുക്ക് വഅദ ചെയ്തിരിക്കുന്ന പ്രതിഫലം തീർച്ചയായും ഈ ഹാജിയെയും ഹജ്ജുമ്മയെയും സന്തോഷിപ്പിക്കുന്ന പ്രതിഫലം കൂടിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറ മറ്റേ ഉംറന്റെ ഇടയിലുള്ള പാപങ്ങളുടെ കഫാറയാണ്. അതുകൊണ്ട് ഉംറ എന്ത് ചെയ്യണം? നിരന്തരം ചെയ്യണം. കഴിവുള്ളവർ ഒരു ഉംറ ചെയ്തു, അടുത്ത ഉംറ ചെയ്യുന്നതിന് മുമ്പ് വന്ന പാപങ്ങളെ അടുത്ത ഉംറ കരിച്ചു കളയും. ഉംറ 1 മണിക്കൂറിന്റെ പണിയാണ്. പക്ഷെ എന്തിനാ ഇത്രയും വലിയ ഒരു പ്രതിഫലം വഅദ ചെയ്യപ്പെട്ടത്? അവിടെ എത്തലും അതിനുവേണ്ടി സമയം ചെലവഴിക്കലും ആ കഷ്ടപ്പാടും ഇത് കിട്ടാൻ അർഹമായ കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് അതിനോടൊപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്തു പറഞ്ഞു, വൽ ഹജ്ജുൽ മബ്റൂർ. മബ്റൂറായ ഹജ്ജ്, നന്മകൾ മാത്രം ചെയ്ത, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും വന്നു പോവാതെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു ചെയ്ത അതാണ് ഹജ്ജുൽ മബ്റൂർ. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല വഅദ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഹജ്ജുമ്മ ഹജ്ജ് കഴിഞ്ഞു വന്ന് മരിക്കുന്നത് വരെ ശരിക്കുള്ള ഹാജിയായി ഹജ്ജുമ്മയായി ജീവിച്ചാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഓന്റെ കൂലി സ്വർഗം തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ ഹജ്ജ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ എന്തിനല്ല, അൽ ഹാജ് എന്ന് എഴുതിയിട്ട് പേര് എഴുതാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ ഈ നോട്ടീസിന് പേര് വരുമ്പം അൽ ഹാജി ഇന്ന ആള് എന്ന് പറയാനല്ല. ഇല്ലെങ്കിൽ മടിക്കേരിക്കാര് പറയുമ്പം നമ്മുടെ ഹാജിക്ക എന്ന് പറയാനല്ല, നമ്മളെ മറ്റേ ഹജ്ജുമ്മ എന്ന് പറയാനല്ല. മൻ ഹജ്ജ ലില്ലാഹ്. കാരണം ഇവന് തോന്നിപ്പോവും ചിലപ്പോ, ഞാൻ ഈ 6-7 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരുത്തം പോലും എന്നെ ഹാജി എന്ന് വിളിക്കുന്നില്ലല്ലപ്പാ. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എന്റെ ഉള്ള പൊന്നു മൊത്തം വിറ്റിട്ട് ഹജ്ജിന് പോയി വന്നിട്ടും ഒരുത്തി പോലും എന്നെ ഇതുപോലെ ഹജ്ജുമ്മാന്ന് വിളിച്ചില്ല. പിന്നെന്തിനിപ്പോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പോയിനി? ആ പോയതും പോയി, ആ കഷ്ടപ്പാടും പോയി, ആ പൊന്നും പോയി. മൻ ഹജ്ജ ലില്ലാഹ്, എന്റെ റബ്ബിന് വേണ്ടി ആരെങ്കിലും, അള്ളാഹ്ക്ക് വേണ്ടി ഒരുത്തൻ ഹജ്ജ് ചെയ്താൽ, അള്ളാഹു തൗഫീഖ് നസീബാകട്ടെ. അതൊക്കെ കുറച്ച് ആൾക്കാർക്കേ കിട്ടുള്ളൂ. മൻ ഹജ്ജ ലില്ലാഹ്. ഒരുപക്ഷെ ലിബിയയിൽ നിന്നും ഹജ്ജിന് വേണ്ടി പോയ ചങ്ങാതിയില്ലേ, അത് അയാളെ നീയത്തിന്റെ കടുപ്പായിരിക്കും. അതൊന്നും തമാശയിട്ട് കളയാൻ കഴിയില്ല. 2 പ്രാവശ്യം വിമാനം റൺവേയിൽ തിരച്ചിറക്കി 3-ാമത്തെ പ്രാവശ്യം അയാളെയും കൊണ്ട് പറന്നുവെങ്കിൽ അതൊരു ഇക്റാമായിരിക്കാം.
കറാമത്തായിരിക്കാം, അയാളുടെ മനസ്സിന്റെ ഉള്ളിലെ നിയ്യത്തിന്റെ ഇഖ്ലാസിന്റെ ബലമായിരിക്കാം. തള്ളിക്കളയാനൊന്നും പറ്റൂല. പക്ഷെ പേടി എന്താണെന്നറിയോ? ഇനി ചങ്ങായിക്ക് പച്ച ഷാലിട്ട് കൊടുക്കുമെന്നും അറിയില്ല. അതാ വലിയ പേടി. ഉമ്മത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ പിന്നെയോ ഫലം യർഫുസ് വലം യഫ്സുഖ്, അവൻ ഭാര്യയുമായിട്ടാണ് ഹജ്ജിന് പോയതെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല, അതേപോലെ തന്നെ മറ്റു പാപകരമായ കാര്യങ്ങളിൽ ഒന്നും ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അയ്യാമുത്ത ശരീക്കിന്റെ ദിവസവും കഴിഞ്ഞ് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന റജഅ കയൗമി വലദത്ഹു ഉമ്മു, ഓന്റെ ഉമ്മ ഓനെ പ്രസവിച്ച ദിവസം എത്ര ക്ലിയർ ആണോ അതേപോലെ ആയിരിക്കും വിമാനം വന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന പാപങ്ങളുടെ കറകൾ മുഴുവൻ റബ്ബുൽ ഇസ്സത്ത് കഴുകി ശുദ്ധിയാക്കി ഒരു പുതിയ മനുഷ്യനായിട്ട് തിരിച്ചിറക്കി തരും. പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ നല്ല വെളുത്ത കൽവുമായിട്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് പോവാം. അതാ ഹാജിക്ക് കിട്ടുന്ന ഒരു ഗുണം. അതുകൊണ്ട് തന്നെ അത്രയും വലിയ പുണ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു ആ കർമ്മം നിർവഹിക്കാൻ സാധിച്ചാൽ സന്തോഷിക്കാനുള്ള അവകാശമുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നറൽ ജിഹാദ അഫ്ദലൽ അഅമാൽ, നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ജിഹാദിന് നമ്മൾ കാണുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ അമലായിട്ടാണ്. പക്ഷെ ഈ 10 ദിവസം നമ്മൾ ചെയ്യുന്ന 2 റക്അത്ത് നിസ്കാരം, 2 റുപ്യന്റെ സദഖ, ഒരു നോമ്പുറപ്പിക്കൽ ഈ ജിഹാദിനേക്കാൾ അഫ്ദലാണ്. 3 റിവായത്തിലും അത് വന്നു. ഈ ജിഹാദിനേക്കാൾ അഫ്ദലാണ് ഈ 10 ദിവസം ചെയ്യുന്ന അമൽ. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്തണ്ട. ആയിഷ ബീവി ചോദിച്ചു, നമ്മൾ ജിഹാദിനെ ഏറ്റവും വലിയ അമലായിട്ടാണ് കാണുന്നത്, അഫലാ നുജാഹിദ്, അപ്പൊ നമ്മൾ പെണ്ണുങ്ങൾക്കും അത് വേണ്ടേ? നമ്മളും അങ്ങയോടൊപ്പം യുദ്ധത്തിന് വന്നോട്ടെ? ഖാൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലകിന്ന അഫ്ദലൽ ജിഹാദി വഅജ്മലഹു ഹജ്ജും മബ്റൂർ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദും അതിലേറ്റവും മനോഹരമായ ജിഹാദും ഒരാൾ ചെയ്യുന്ന മബ്റൂറായ ഹജ്ജാണ്. തെറ്റുകളൊന്നും വരാതെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഹജ്ജ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഹാബത്തിനോട്, സഹാബാക്കളെ, ഹാജിമാരുടെയും അതേപോലെ ഉംറ നിർവഹിക്കാൻ പോകുന്നവരുടെയും മഖാം നിങ്ങൾക്കറിയോ? അവരുടെ വില, അഥവാ അള്ളാഹു അവർക്ക് ആ തൗഫീഖ് തന്നെങ്കിൽ അവരെ അള്ളാഹു ഏത് ദറജയിലായി എത്തിച്ചെന്നറിയോ? അൽ ഹുജ്ജാജു വൽ ഉംറാറു വഫ്ദുല്ലാഹ്, ഹാജിമാരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ അതിഥികളാണ്, ഗസ്റ്റാണ്. ഓന്റെ ഏറ്റവും ആദ്യത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ, ശരിയാണ്, ഓന്റെ വിളിക്കുത്തരം നൽകാൻ അള്ളാഹു തൗഫീക്ക് കൊടുക്കാത്തവർക്ക് അവിടെ എത്താൻ കഴിയില്ല. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര വലിയ ആരോഗ്യവനായിട്ടും കാര്യമില്ല. തന്റെ ബിസിനസ്സും കച്ചവടവും മറ്റു കാര്യങ്ങളും ഒക്കെ വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിലും എത്താൻ പറ്റൂല. ഇബ്രാഹിം, പണി പൂർത്തിയായില്ലേ? എന്റെ പോരന്റെ ആ പൂർത്തിയായി, എന്നെ വിളിച്ചോളിൻ, ഇനി എന്റെ അടിമകളെ വിളിച്ചോളിൻ, അവർ വരട്ടെ, ഹജ്ജ് വന്ന് നിർവഹിക്കട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ആര് കേൾക്കാനാ? ഞാൻ ഈ മക്കത്തുനിന്ന് വിളിച്ചാൽ ആര് കേൾക്കാനാണ്? 4 ഭാഗത്തും വലിയ വലിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ നാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ആര് കേൾക്കാൻ, ആര് വരാൻ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പർവ്വതങ്ങളെ ഇബ്രാഹിമിന്റെ ശബ്ദത്തിന് മുന്നിൽ താഴ്ത്തിക്കൊടുത്തു. അള്ളാഹ് പറഞ്ഞു, വിളിച്ചാ മതി, കേൾപ്പിക്കേണ്ട ആള് ഞാനാണ്, ഞാൻ കേൾപ്പിച്ചോളാം. ഇബ്രാഹിം അലൈഹിസ്സലാം ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ ഇബാദല്ലാഹ്, അള്ളാന്റെ അടിയാറുകളെ, പള്ളിയുടെ പണി പൂർത്തിയായിട്ടുണ്ട്, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വന്നുകൊള്ളുക. ആ വിളിക്കുത്തരം കൊടുക്കാൻ അള്ളാഹു ആർക്കാണോ തൗഫീഖ് എഴുതിയത് അവൻ അവിടെ എത്തിയിരിക്കും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ഏതെങ്കിലും ഉഗാണ്ടയിലോ അല്ലെങ്കിൽ ഗുദാമിലോ കുഗ്രാമത്തിലോ മരുഭൂമിയിലോ മലഞ്ചെരുവിലോ മലമുകളിലോ താമസിക്കുന്നവനാണെങ്കിലും ആ വിളിക്ക് കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹറമിന്റെ മുറ്റത്തെത്തിയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അങ്ങനെ എത്തിക്കും, അവർ അള്ളാന്റെ അതിഥികളാണ്. എന്നിട്ട് പറഞ്ഞു, ആ അതിഥികളോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ കറം എന്തായിരിക്കും എന്നറിയോ? നമ്മുടെ വീട്ടിലേക്കും ആരെങ്കിലും അതിഥി വന്നാൽ നമ്മൾ ഏറ്റവും നല്ല നിലക്കായിരിക്കും അതിഥിയോട് പെരുമാറുക.
ചിലപ്പം ഭാര്യ വരെ സംശയിച്ചു പോകുമ്പോ ഇയാൾക്ക് ഇത്രയും നല്ല സ്വഭാവമല്ല ഉണ്ടായിരുന്നോ. കാരണം നമ്മളെ പ്രവൃത്തിയും വർത്താനവും കേട്ടാൽ അതിഥികളോട്. എങ്കിൽ അല്ലാഹു അക്രമുൽ അക്രമീനാണ്. മന്മാരിൽ അതേപോലെ തന്നെ നല്ല സ്വഭാവം കാണിക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ, അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഇക്റാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ദഅഊഹു, അവർ എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹുവോട് ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും. വ ഇൻ ഇസ്തഗ്ഫറൂഹു, അല്ലാഹുവോട് പാപമോചനം തേടിയാൽ ഗഫറ ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അതായിരിക്കും ആ അതിഥികൾക്കുള്ള ഏറ്റവും നല്ല ഇക്റാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും. മറ്റൊരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നമുക്കും കൂടിയുള്ള ഒരു വർത്താനാണ്, യുഗ്ഫറു ലിൽ ഹാജി, ഹജ്ജ് ചെയ്യുന്ന ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അതേപോലെ വലമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജു, ഹജ്ജ് ചെയ്യുന്ന ആള് ആർക്കൊക്കെ വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുവോ അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇപ്പൊ ഹജ്ജിന് പോകുന്ന ആളെ കണ്ടാൽ എന്തു പറയാം? എനിക്ക് വേണ്ടി ഒന്ന് ഇസ്തിഗ്ഫാർ പറയണേ. കാരണം പോവാൻ പോകുന്നത് ദുനിയാവിലെ ഖൈറു ബിഖാഇൽ അർദ്, ദുനിയാവിൽ അത്രയും നല്ല സ്ഥലം വേറെ കിട്ടാനില്ല, വേറെ ഇല്ല. കോടികൾ കൊടുത്താലും അങ്ങനത്തെ ഒരു സ്ഥലം വേറെ കിട്ടൂല. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയുമ്പം ഈ എന്നെയും ഒന്ന് ഓർത്തേക്കണേ ദുആയിൽ. കാരണം ഹാജി ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തുവോ അവരുടെ കാര്യത്തിലും അല്ലാഹു ദുആ സ്വീകരിക്കും. അത്ര ഉന്നതമായ കർമ്മമാണ് ഹജ്ജ് കർമ്മം. അത് ഈ ദിവസങ്ങളിലാണ് നടത്തപ്പെടുക. ഹജ്ജ് കർമ്മം ചുരുങ്ങിയ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാവുന്ന ചില അമലുകളാണ്. ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹിജ്ജ 8 അന്നാണ്, യൗമുത് തർവിയ എന്നാണ് ആ ദിവസത്തിന് പറയുക. ആ ദിവസത്തിന് ആ പേര് കിട്ടാൻ 2 കാരണങ്ങളാ കിതാബുകളിലുള്ളത്. ഒന്ന്, സാധാരണ ഹാജിമാർ ആ കാലത്ത് ഹജ്ജിന് വേണ്ടി പോകുമ്പം ദുൽഹിജ്ജ 8 അന്ന് മിനയിലേക്ക് താമസം മാറ്റും. അന്ന് മിനയിലാണ് അവരുടെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ നിസ്കാരങ്ങൾ. അപ്പൊ അവിടത്തേക്ക് ചെല്ലുമ്പം ഇനി അങ്ങോട്ട് അറഫ, മുസ്ദലിഫ, അത് കഴിഞ്ഞിട്ടുള്ള മിന, ഇത്രയും ദിവസങ്ങളിലേക്കുള്ള വെള്ളം അവർ കിണറുകളിൽ നിന്ന് ശേഖരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. തർവിയ എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ആ ദിവസത്തിന് ദുൽഹിജ്ജ 8 യൗമുത് തർവിയ എന്ന് പറയുന്നത്. ഇന്ന് ഇതിന്റെ ആവശ്യമില്ല. സൗദിക്ക് മനോഹര സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് കാരണം ഉലമാക്കൾ എഴുതി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മോൻ ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി തയ്യാറാവുന്നതിന് മുമ്പ് അള്ളാഹു അദ്ദേഹത്തിന് സ്വപ്നം കാണിച്ചത് ആ ദിവസത്തിലായിരുന്നു എന്ന് ചില റിവായത്തുകൾ കാണാം. അതുകൊണ്ടാണ് യൗമുത് തർവിയ എന്ന് ആ ദിവസത്തിന് പേര് വന്നത്. എന്തായാലും ദുൽഹിജ്ജ 8 അന്ന് ഹജ്ജ് ആരംഭിക്കും. ഹാജിമാർ അവരവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഡ്രസ്സ് മാറും, അഥവാ കഫൻ തുണിയിലേക്ക് മാറും. ഇനി അങ്ങോട്ട് ബുദ്ധിയുള്ളവനെ ചിന്തിപ്പിക്കുന്ന ദിവസങ്ങളാണ്. വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കാൻ കഴിവുള്ള ആളായിരിക്കും, നല്ല പൈസക്കാരനായിരിക്കും. അള്ളാഹു പറഞ്ഞു, ഇനി അങ്ങോട്ട് നിശ്ചിത ദിവസം വരെ എന്റെ മുമ്പിലേക്ക് പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ വന്നോണം, രാജാവും പ്രജയും ഒരുപോലെ വന്നോണം. എത്ര വലിയ മാന്യനാവട്ടെ, വിദ്യാഭ്യാസം ഉള്ളവനാവട്ടെ, സ്കൂളിന്റെ പടി കാണാത്തവനാവട്ടെ, എന്റെ അടുത്തേക്ക് ഒരേപോലെ വന്നോളണം. ഒരു വെള്ള തുണിയും ഒരു വെള്ള പുതപ്പും, വേറൊന്നും പറ്റൂല. വിനയാന്വിതരായി അടിമകളായിട്ട് എന്റെ മുന്നിലേക്ക് വരണം. ആ 2 വെള്ള തുണി നിന്നെ ചിന്തിപ്പിക്കേണ്ടത്, ഒരു ദിവസം ഇതേപോലെ നീ വസ്ത്രമുടുത്തിന്ന് മിനായിലേക്ക് ഇറങ്ങുന്ന പോലെ ഒരു 3 വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് നിന്നെ ഇറക്കും. മിനായിലേക്കല്ല, മണ്ണിന്റെ ഉള്ളിലേക്ക്. ആ ചിന്ത നിനക്കുണ്ടാവണം. ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് അവർ താമസ സ്ഥലത്തുനിന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടും. അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജതൻ, ഹജ്ജിലേക്ക് പ്രവേശിച്ചു. പിന്നെ മിനായിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്ര മിമ്പറിന്റെ പോൾന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവൂല. അത് ആടെ ചെന്നിട്ടൊന്ന് കാണണം. ഹാജിമാരുടെ, ഹജ്ജുമ്മമാരുടെ മിനായിലേക്കുള്ള ആ കൂട്ടം കൂട്ടമായിട്ടുള്ള യാത്ര. അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിം നബിനോട്, നടന്നുകൊണ്ട് ആൾക്കാർ വന്നോളും, വാഹനത്തിന്റെ മുകളിലായിട്ടും ആൾക്കാർ വന്നോളും, ഏതെങ്കിലും അങ്ങ് ഇടുങ്ങിയ മലഞ്ചെരിവെന്നും ആളുകൾ വന്നോളും. ആ ഒഴുക്കും ആ വരവും മിനായിലേക്ക് അന്ന് കാണാം. ദുൽഹിജ്ജ 8 അന്ന് മിനായിൽ വേറെ ഹാജിമാർക്ക് ജോലിയൊന്നുമില്ല. സൗദിയിൽ
പിറ കണ്ടത് പ്രകാരം ഈ വരുന്ന വ്യാഴാഴ്ച ഹാജിമാർ എത്ര പേർ? ലക്ഷക്കണക്കിന് അടിയാറുകൾ മിനായിലേക്ക് എത്തും. മിന ഒരു 10-25-30 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന സ്ഥലമൊന്നുമല്ല. പക്ഷെ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? 40, 50, 60, 70 ഇനി 1 കോടി ആളുകൾ വന്നോ മിനാന്റെ ഉള്ളിൽ അവർ ഒതുങ്ങും. അള്ളാഹു ഒതുക്കും. അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഷാഇർ അള്ളാഹു അത്ഭുതങ്ങൾ കാണിക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ട സ്ഥലമാണ് മിന. അന്ന് അവിടെ ചെന്നവർ തമ്പുകളിൽ ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശ ഈ നിസ്കാരങ്ങൾ നിർവഹിച്ച് തക്ബീറുകളിൽ, തഹ്ലീലുകളിൽ, ഖുർആനോത്തിൽ, ദർസുകളിലൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടും. പിറ്റേന്ന് ദുൽഹിജ്ജ 9 അന്ന് യൗമു അറഫ, അന്നാണ് ഹജ്ജ്. അൽ ഹജ്ജു അൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ പോയി നിൽക്കലാണ്, വേറെ ഒരു പരിപാടിയില്ല. അറഫ എന്ന് പറയുന്ന അതിവിശാലമായ മൈതാനം, അവിടേക്ക് ചെല്ലുന്ന ഹാജിമാരുടെ, ഹജ്ജുമ്മമാരുടെ മനസ്സിൽ വരുന്നൊരു പ്രധാന ചിത്രം മഹ്ശറായിരിക്കും. അതെപ്പോഴാ കാണാനറിയോ? ഒരു മഗ്രിബിനോട് അടുത്ത സമയം തമ്പിൽ നിന്നിറങ്ങി ഒരു പാറന്റെ മുകളിലോ ഒരു മരത്തിന്റെ ചില്ലന്റെ മുകളിലോ കയറി ഇരുന്നിട്ട് ഒന്ന് അറഫയൊന്ന് വീക്ഷിക്കണം. കാണാം വെളുവെളുത്ത വസ്ത്രങ്ങളും ഒരു ഭാഗത്ത് കറുകറുത്ത പർദ്ദയും ധരിച്ച ലക്ഷക്കണക്കിന് ഹാജിമാരും ഹജ്ജുമ്മമാരും. 2 കാര്യങ്ങൾ മാത്രമേ അവരെന്ന് ചെയ്യുന്നുള്ളൂ. ദുൽഹിജ്ജ 9 നിന്ന് ദുഹറിന് മുമ്പായിട്ടാണ് അറഫയിലെത്തുക. ആളുകള് നടന്നു വരുന്ന ആൾക്കാരുണ്ട്, വാഹനത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. മസ്ജിദുൻ നബവിന്റെ അടുത്ത് നിന്ന് അവര് ദുഹറും അസറും ജംആക്കി നിസ്കരിക്കും. അസറിനെ ദുഹറിന്റെ ഒപ്പം നിസ്കരിക്കും. എന്തുകൊണ്ടറിയോ? ഉച്ചയ്ക്ക് ശേഷം ഇനി മഗ്രിബ് വരെ ആ വിശാലമായ മൈതാനത്തില് ഇന്നത്തെ സൗദിയയിലെ 45 ഡിഗ്രി ചൂടില് 2 അമലുകൾ അവർക്ക് ചെയ്യാനുണ്ട്. 2 അമൽ. ഒന്ന്, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് വന്ന അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് തൗഹീദിന്റെ പ്രഖ്യാപനം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാഹ് നീ പറഞ്ഞ പോലെ എല്ലാം മാറ്റിവെച്ചു. തിരക്കും പൈസയും സൗകര്യവും പേരും പെരുമയും അതും ഇതും ഇതാ 2 തുണിയിൽ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാണ്ട് ഒരു ഇലാഹും ഇല്ല, നീ അല്ലാതെ ഒരു സാധനം എന്റെ ഖൽബിലില്ല. അറഫയുടെ മരുഭൂമിയിൽ വെച്ച് ഈ വാക്കൊരു ഹാജ് പറയുമ്പോ, ഹജ്ജുമ്മ പറയുമ്പോ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കള്ളനാണ്, കാപട്യം പറയുന്നവനാണ്. ഓന്റെ ഹജ്ജ് അല്ലാഹ്ക്ക് ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ അല്ല എല്ലാത്തവരോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത് നഷ്ടമാണ്. നന്മയാ ചെയ്യുന്നെന്ന് വിചാരിക്കുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ എല്ലാം വെള്ളത്തിലാണ്. മുവഹിദുകൾക്ക് മാത്രമേ ഹജ്ജുള്ളൂ, അല്ലാത്തവന് ഹജ്ജില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. മരിച്ചതുമില്ല, ജീവിച്ചിരിക്കുന്നതുമില്ല. നബിമാരുമില്ല, മലക്കുമില്ല, ജിന്നുമില്ല, സാലിഹില്ല, തങ്ങളില്ല, ബാവയില്ല, ബീവിയില്ല, അങ്ങനത്തെ ഒരു പരിപാടിയുമില്ല. ലാ ശരീക ലഹു, എന്നെ സൃഷ്ടിച്ച റബ്ബി ഏകൻ. ലഹുൽ മുൽക്ക്, അവനാണ് പരമാധികാരം, അംഗീകരിച്ചു കൊടുക്കാൻ. വലഹുൽ ഹംദു, എല്ലാ സ്തുതികളും അവന് മാത്രം. യുഹ്യി, അവനാണ് ജീവിപ്പിക്കുന്നവൻ. വയുമീതു, അവൻ തന്നെയാണ് മരിപ്പിക്കുന്നവൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ, വേറെ ആർക്കും ഒരു കഴിവുമില്ല. ഇതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ, ഇത് വർദ്ധിപ്പിക്കാൻ വേറെ പണിയൊന്നുമില്ല. അതിന്റെ ഇടക്ക് ദുആ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഒരടിമ ചെയ്യുന്ന ദുആകളിൽ ഏറ്റവും ഖൈറായ ദുആ അറഫ ദിവസത്തിന്റെ ദുആയാണ്. അത് മെമ്പറിന്റെ മൂന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. എത്രയും പെട്ടെന്ന് അറഫയിലെത്തണം. അടുത്ത വർഷം തന്നെ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അവിടുന്ന് ചോദിക്കുമ്പം നമ്മൾ അറിയാതെ അടിമത്തം നമ്മുടെ ഉള്ളിലേക്ക് വരും. അറഫന്റെ ഭൂമിയിൽ ആ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ അല്ലെങ്കിൽ കൊടും തണുപ്പില് ചോദിക്കുമ്പം അറിയാണ്ട് നമ്മൾ അടിമയായി മാറും. എന്ത് ചോദിക്കണം? A to Z. എന്താണോ ആവശ്യം അത് മൊത്തം എങ്ങനെ ചോദിക്കണം? ഒരാള് മുമ്പിൽ നിന്നിട്ട് മൈക്കിലൂടെ എങ്ങനെ ചോദിക്കുക? നമ്മള് ആമീൻ ആമീൻ ദുആ അല്ല.
അന ഇൻദ ظنി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുക അതുപോലെയാകും ഞാൻ പെരുമാറുക. എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ചവൻ, എന്നോട് കരുണ കാണിക്കുന്ന സ്നേഹമുള്ള ഇഷ്ടമുള്ള എന്റെ ഉടമസ്ഥൻ എത്ര കുരുത്തക്കേട് കാണിച്ചു, എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ചെയ്തു, എന്നിട്ടും എന്നെ ആട്ടിപ്പായിക്കാണ്ട് വാണാ നീ എന്റെ അടിമയാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച എന്റെ റബ്ബ്, ഭൂമിയിൽ ജീവിക്കുന്ന മഖ്ലൂഖാത്തുകളിലേക്കാൾ ഏറ്റവും അധികം എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ അറിയുന്ന എന്റെ റബ്ബ്, അവനോട് ഞാൻ ചോദിക്കേണ്ടത് എന്റെ ഏറ്റവും നല്ല ചങ്ങായിയോട് വർത്താനം പറയും പോലെ യോജിച്ച്, നിർബന്ധിച്ച്, ആവർത്തിച്ച്, ചോദിച്ച്, യാചിച്ച് വാങ്ങിയിട്ട് വരാൻ പറ്റണം. ചില അടിമകൾ അറഫയിൽ നമുക്ക് അങ്ങനെ കാണാം. അവരെ ദുആ കാണുമ്പോൾ കൊതിയായി പോകും. അവർ അല്ലാഹുമായിട്ടുള്ള ആ അടുപ്പം നമുക്ക് ഫീലാവും. അവർ വർത്താനം കേട്ടാൽ, ആ ദുആഇന്റെ കോലം കണ്ടാൽ. ഏറ്റവും നല്ല ദുആ അറഫ. അതാണ് ഹാജിമാരുടെ അന്ന് മഗ്രിബ് വരെയുള്ള അറഫയിലെ ജോലി. ഒരു ജോലിയുമില്ല, വേറെ ഒരു ജോലിക്കാരും പോവില്ല. എന്നാലും അതിനിടയിൽ ചില ഭാഗ്യം കെട്ടവർ മൗലൂദും റാത്തീബും ഖുതുബിയ്യത്തും ഒക്കെ അറഫയിലെ തമ്പിൽ നടത്തുന്നത് കാണാം. അള്ളാഹു ഹിദായത്തിന് നസീബാക്കി കൊടുക്കട്ടെ. മഗ്രിബാവും, ദുൽഹിജ്ജ 9 അന്ന് മഗ്രിബാകുമ്പം അവിടെ അന്തരീക്ഷം മാറും. പിന്നെ സാധാ പോലെ ആയിരിക്കൂല. അന്തരീക്ഷം മാറാന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അറഫ മൈതാനിയോട് അടുക്കും. കമാ യലീഖു ലിദാതി, നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, അവന്റെ ദാത്തിന് യോജിച്ച് എങ്ങനെയാണോ അങ്ങനെ. കൂടെ മലായികത്ത് ഉണ്ടാവും. എത്ര മലക്കുകൾ! 2 ദിവസമാണ് ഏറ്റവും അധികം മലക്കുകൾ ഭൂമിയിലേക്ക് വരിക. ഒന്ന് ലൈലത്തുൽ ഖദർ, മറ്റൊന്ന് അറഫ ദിവസം. ഭൂമിയിൽ ശൈത്താന് ഏറ്റവും വ്യസനം, സങ്കടം, ദേഷ്യം, വെറുപ്പ്, വേവലാതി, ആവലാതി, നെട്ടോട്ടം അത് വരുന്ന ദിവസം യൗമു അറഫ. ലക്ഷക്കണക്കിന് വരുന്ന അടിയാറുകളുടെ മുന്നിലേക്ക് റബ്ബടുത്ത് വരുന്നു, മലായികത്ത് വലയം ചെയ്യുന്നു. ആ അടിമകളെ നോക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു, യാ മലായികതി ഉൻദുറു ഇലാ ഇബാദി അതൗനി ശുഅസൻ ഉബ്റാ. മലായികത്തെ, എന്റെ അടിമകളെ നോക്ക്, എന്റെ അടിമകളെ നോക്ക്. നിങ്ങൾ എന്താന്ന് പറഞ്ഞത്? രക്തച്ചൊരിച്ചിലുണ്ടാക്കും, ഫസാദ് ഉണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും. എന്തിനാ അങ്ങനത്തെ ഒരു അടിമ എന്നല്ല നിങ്ങൾ എന്താ എന്നോട് കമന്റ് പറഞ്ഞ്? ഉൻദുറു ഇലാ ഇബാദി, നോക്കിയേ, അതൗനി ശുഅസൻ ഉബ്റാ. എന്റെ അടുത്തേക്ക് അവര് വന്നു. ഞാൻ കൊടുത്ത പൈസ അതെനിക്ക് വേണ്ടി ചെലവാക്കി, ഞാൻ കൊടുത്ത ആരോഗ്യം അവൻ ചെലവാക്കി. ഏതെല്ലോ മുക്കുന്ന മൂലയിന്ന് പൊടി പിടിച്ച്, ചേറ് പിടിച്ച്, വിയർത്ത് കുടിച്ച് ഒരു വൃത്തിയില്ലാത്ത കോലത്തിൽ ഇതാ എന്റെ അടിമ. മാ അറാദഹ ഉല. അതാണ് ചോദ്യം. മലക്കുകളെ, ഈ അടിയാറുകളുടെ മനസ്സിന്റെ ലക്ഷ്യം, ഉദ്ദേശം എന്തായിരിക്കും? അവർക്ക് ദുനിയാവ് എന്താ ഇവിടുന്ന് കിട്ടാനുള്ളത്? എന്ത് സുഖം ഇവിടെ കിട്ടാനുള്ളത്? ഇവരുടെ മനസ്സിന്റെ പൂതി എന്തായിരിക്കും? ഉഷ്ഹിദുക്കും യാ മലായികതി, മലക്കുകളെ, നിങ്ങളെ സാക്ഷിയാൽ ഖദ് ഗഫർതു ലഹും, ഞാൻ എന്റെ അടിമകൾക്ക് ഇതാ പുറത്തു കൊടുത്തിരിക്കുന്നു. ഖലാസ്, അതെന്നെ അന്ന് കിട്ടാനുള്ളത്. അതാണെന്ന് അറഫത്ത് കിട്ടാനുള്ളത്. എങ്ങനെ പുറത്തു? ഹൃദയത്തിൽ ഒരു തരുമ്പിന് പോലും കറബാക്കിയില്ലാതെ കയൗമി വലദത്ഹു ഉമ്മു മഗ്ഫിറ. അത് മഗ്രിബിന്, അറഫ ദിവസം മഗ്രിബിനോട് അടുത്ത സമയത്താണ് അത് സംഭവിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 365 ദിവസങ്ങളിൽ അല്ലാഹു ഏറ്റവും അധികം അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം യൗമു അറഫ, ദുൽഹിജ്ജ 9. അത്ര ഭയങ്കര പരിപാടികളാണ് ഈ വരുന്ന വ്യാഴാഴ്ച അറഫയിൽ നടക്കാനിരിക്കുന്നത്. മഗ്രിബായി, അറഫ കഴിഞ്ഞു. ഇനി ഹാജിമാർക്കൊരു ഒഴുക്കുണ്ട്. ഖുർആൻ പറഞ്ഞ പോലെ, ഖുർആൻ ഉപയോഗിച്ച വാക്കെന്താ അറിയോ? ഒഴുക്ക് എന്നാണ്. അതെ, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള ഒഴുക്ക്. അന്ന് മുസ്ദലിഫയിൽ ദുൽഹിജ്ജ 9 കഴിഞ്ഞ പെരുന്നാളിന്റെ രാത്രി മുസ്ദലിഫയിലാണ് ഹാജിമാർക്കുള്ള അമൽ. എന്താ അവിടുത്തെ അമല്? ഉറക്കം. മുസ്ദലിഫയിലെ അമല് ഉറക്കം. മബീതു ബി മുസ്ദലിഫ, ഉറങ്ങിക്കൊള്ളണം. ഉറങ്ങും. എന്തുകൊണ്ടറിയോ? കഴിഞ്ഞ അറഫയിൽ അവന് ഭയങ്കര ജോലി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ജോലി? ചെയ്ത പാപങ്ങൾ മാപ്പാക്കിക്കണം. കുറെ ചോദിച്ചു വാങ്ങാനുണ്ട്, കുറെ ആൾക്കാർ ചോദിക്കാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ട്. സമയം പാഴാക്കാതെ അവൻ നിന്ന് ചോദിച്ച് ക്ഷീണിച്ച് അവശനാണ്. മുസ്ദലിഫയിലേക്ക് നടക്കുന്ന ആൾക്കാർ അധികവും. വാഹനത്തിൽ ചിലപ്പോൾ 6 മണിക്കൂർ എടുക്കും, നടന്നാൽ അരമണിക്കൂറുണ്ടെത്തും. അത് അവിടുത്തെ അവസ്ഥ. കാരണം അങ്ങോട്ട് ഒഴുകുന്നത് 10,000, 1,000, 25,000, 50,000 അല്ല, 40 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഒഴുകുകയാണ്. മുസ്ദലിഫ ഒരു ചെറിയ പ്രദേശമാണ്.
അവിടെ എങ്ങനെ ഒറ്റ രാത്രിയിൽ 40 ലക്ഷം ആൾക്കാർ ഉറങ്ങുക? ശഅഇറുല്ലാഹ്, മഹാത്ഭുതമാണ്. അത് ഇവിടുന്ന് പറഞ്ഞാൽ തിരിയില്ല, അത് മുസ്ദലിഫയിൽ ചെന്ന് നോക്കണം. ഉലമാക്കൾ പറഞ്ഞു, ഉമ്മാന്റെ ഗർഭപാത്രം പോലെയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ. ഒരു കുഞ്ഞിയും പിടിക്കും, രണ്ടും പിടിക്കും, 10 വരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച പെണ്ണുങ്ങളുണ്ട്. ഗർഭാശയം അപ്പോഴും ഒന്ന് തന്നെയാണ്. അത് എത്ര കുഞ്ഞുങ്ങളായാലും വന്നോളും. മുയലൊക്കെ പ്രസവിക്കുന്നുണ്ടില്ലേ? അതേപോലെയാണ് മക്കയും പരിസരവും. എത്ര ലക്ഷങ്ങൾ വന്നാലും അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. മുസ്ദലിഫിന്റെ മറ്റൊരു കുദറത്ത് എന്താ അറിയോ? ഒരു അള്ളാഹുവിന്റെ ഒരു അത്ഭുതം. അവിടെ സൗദി ഗവൺമെന്റ് അറഫ ദിവസം രാത്രി വന്നിട്ട് കല്ല് തട്ടുന്നുണ്ടാ. അവിടെ നിന്നാ കല്ല് പുറക്കുണ്ട്. ജംറയിൽ എറിയാൽ അവിടെ എണീച്ചിരുന്നിട്ട് കൈകൊണ്ട് മണ്ണും നിളക്കിയാൽ കല്ല് പുറത്തേക്ക് വരും. 72 കല്ല് വേണം ഒരു ഹാജിക്ക്. മൊത്തത്തിൽ എറിയാൻ ഒരു ഹാജിക്ക് 72 കല്ല് വേണം. അങ്ങനെ 40 ലക്ഷം ഇൻറ്റു 70, 72. എത്ര കല്ല് വേണം? ആരാ കൊണ്ടുവന്നിടുന്ന്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹജ്ജ് കഴിഞ്ഞിട്ടും മുവഹിദാവാണ്ട് തിരിച്ചു വന്നോൻ പൊട്ടനാണ്. ഹജ്ജ് കഴിഞ്ഞിട്ടും തൗഹീദ് മനസ്സിലാവാതെ തിരിച്ചു വന്നവന്റെ പോക്ക് ശരിയായില്ല എന്നാണ് അതിന്റെ അർത്ഥം. പോയിട്ട് കിട്ടേണ്ട കിട്ടിയില്ല. മുസ്ദലിഫയിൽ വരും. അന്നെന്താ ഓർമ്മിപ്പിക്കണ്ടെന്നറിയോ? 6 അടി മണ്ണ്. മടക്കേരിയിലെ വലിയ പൈസക്കാരൻ, VIP. അവിടെ ചെന്നിട്ട് നോക്കുമ്പോ മെത്തയില്ല, AC ഇല്ല, ചൂടുവെള്ളമില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ? ഇതിങ്ങനെയാണ്, ഇത് ഖബറാണ്. തൊട്ടപ്പുറത്തുണ്ട് മടക്കേരിയിലെ ഏറ്റവും പാവപ്പെട്ട ഫക്കീറായ ഒരു മനുഷ്യൻ. 2 ആൾക്കാരും ഒരേ സ്ഥലത്ത് ഒരു ബെഡ്ഷീറ്റും പിരിച്ചിട്ട് കിടക്കും. 2 ആൾക്കും ഒരേ ഉറക്കം. ഞാൻ ബില്ലുവിനാണ്. അതൊന്നും ഇവിടെയില്ല. ഇത് അള്ളാഹു ഇന്ന് രാത്രിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന VVIPനെക്കാളും വലിയ VIP ആണ് ഇവിടെ കിടന്നുറങ്ങിയത്. നീ ആരുമല്ല. ഓർക്കേണ്ടത് എന്താ അറിയോ? ഒരു ദിവസം ഇതേ മണ്ണിന്റെ താഴെ ഇതേപോലെ മണ്ണിൽ കിടക്കേണ്ടി വരും. അന്ന് രാത്രി അവിടെ ഉറങ്ങിക്കൊള്ളണം. അതുകൊണ്ട് എന്താ ചെയ്യാ? നടക്കുന്നതും അല്ലെങ്കിൽ വാഹനത്തിലോ പോയ ഹാജിമാര് മുസ്ദലിഫയിൽ എത്തി അതിന്റെ പരിധി നോക്കി മുസ്ദലിഫിന്റെ ഉള്ളിലാണെന്ന് കണ്ടാൽ എവിടെ സ്ഥലം കിട്ടിയോ അവിടെ വിരിച്ചോളണം. ഉള്ള ബെഡ്ഷീറ്റ് വിരിക്കുക. പിന്നെ നല്ല വലിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ ബെഡോ കമ്പിളിയൊക്കെ തരും. വിരിച്ചോളുക. കിടക്കുന്നത് ഓർമ്മയുണ്ടാവുള്ളൂ. ഉറങ്ങിപ്പോവും. പിറ്റേന്ന് രാവിലെ സുബ്ഹ് അവിടെ നിന്ന് നിസ്കരിക്കണം ജമാഅത്തായിട്ട്. സുബ്ഹ് നിസ്കരിച്ചിട്ട് കല്ല് പുറക്കണം. ആ കാഴ്ച ഒന്ന് കാണണം. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഇരുന്നിട്ടും ഇങ്ങനെ ചെല്ലുന്നുണ്ടാവും. കയ്യിലൊരു സഞ്ചി ഉണ്ടാവും, കല്ല് വാരിയിടും. അത് നാളിന്റെ ദിവസമാണ്. ഹാജിമാർക്ക് പെരുന്നാൾ നിസ്കാരമൊന്നുമില്ല. അവർക്ക് അന്ന് പണി, ഹാജിമാർക്ക് ദുൽഹിജ്ജ 10 അന്ന് പണി, പെരുന്നാൾ ദിവസത്തിന്റെ പണി. അന്നാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട പണികളൊക്കെ. അവര് നേരെ കല്ലും പറക്കിയിട്ട് മക്കത്തേക്ക് പോകും, കഅബയിലേക്ക്. തവാഫുൽ ഇഫാദ, ഹജ്ജിന്റെ തവാഫ് ചെയ്യാൻ പറ്റുന്നവർ സഈൻ കൂടി ചെയ്യും. അല്ലെങ്കിൽ ആ സഈനെ പിന്നെ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കും. രണ്ടും അനുവദനീയമാണ്. അത് കഴിഞ്ഞ് അവര് നേരെ മിനായിലേക്ക് വരും, ജംറയിലേക്ക് വരും കല്ലെറിയാൻ. ജംറത്തുൽ അഖബയിൽ 3ാമത്തെ ജംറയിൽ പെരുന്നാളിന്റെ അന്ന് 7 കല്ലുകൾ എറിയണം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എങ്ങനെ എറിയണം? ചില ആൾക്കാർ ഷൊയ്ബ് അക്തർ ഓടി വരുന്ന പോലെ ഓടി വരിക. ഏത് ബോൾ എറിയുന്ന പോലെ. കാരണം ആരെ അറിയാൻ പോകുന്നു? ഷെയ്ത്താൻ ഒറ്റ ഏറിലോന്റെ തല പൊട്ടിത്തെറിക്കണം. ആ ചിന്തയിൽ ആൾക്കാർ വന്ന് കല്ലെറിയ. അള്ളാന്റെ റസൂൽ എറിഞ്ഞു, ഞാൻ എറിയുന്നു. ബിസ്മില്ലാ അല്ലാഹു അക്ബർ. ഖലാസ്. 7 പ്രാവശ്യം. ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന കാഴ്ചകളൊന്ന് കാണണം. തമാശയല്ല ഹജ്ജ്. അൽ ഇത്തിബാ ഖുദൂ അന്നി മനാസികകും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് നോക്കി പഠിച്ചോളൂ, അങ്ങനെ ചെയ്തോളണം. ഷെയ്ത്താൻ അറിയുന്നൊന്നുമല്ല. അങ്ങനത്തെ ആരോ പറഞ്ഞുണ്ടാക്കിയതാണ്. ഷെയ്ത്താന്റെ പ്രതീകമാണ് കല്ലിന്. ആ കല്ലിന് കൊള്ളണമെന്നില്ല. ആൾക്കാർ ആ കല്ലിന് കൊണ്ടിട്ടില്ലെങ്കിൽ തെറ്റിപ്പോയി, പിന്നെ അടുത്ത കല്ലെടുത്ത് പിന്നെ അങ്ങോട്ട് എറിയും. അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് ജംറയിൽ, അതിന് കൊള്ളണമെന്നില്ല. മതി. ചില ആൾക്കാർ എറിയാൽ ഹാജിമാരെ തലക്കാണ്. കാരണം ഈ ദേശത്തിൽ അറിയുന്നത്, ഇറങ്ങിപ്പോ ഷെയ്ത്താന്, നീ കുറെ കാലമായി എന്റെ പരം കൂടി എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ഇനി വരാൻ പാടില്ല. ഒരു ഏറില് ഷെയ്ത്താൻ മരിച്ചു. അതൊന്നും ഉണ്ടാവില്ല. 7 പ്രാവശ്യം അള്ളാന്റെ റസൂലിനെ ഇത്തിബാ ചെയ്ത് ബിസ്മില്ലാ അല്ലാഹു അക്ബർ. എന്തിനാ അറിയുന്നു? അല്ലാഹു അഅലം. എന്റെ പ്രവാചകൻ എറിഞ്ഞു, അതുകൊണ്ട് ഞാനും എറിയുന്നു. കഴിഞ്ഞു. പിന്നെ അവര് ചെന്ന് അറുക്കണം ഹദിയ്, എന്നിട്ട് മുടി കളയണം. അതോടെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ കഴിഞ്ഞു. പെരുന്നാളിന്റെ അന്ന് പിന്നെ അവര് നേരെ മടങ്ങുന്നത് മിനായിലേക്കാണ്. ഇനി അങ്ങോട്ട് 11, 12, 13, ഒന്നുകിൽ 12 അല്ലെങ്കിൽ 13 ഈ ദിവസങ്ങളിൽ
അവർക്ക് പണിയൊന്നുമില്ല. മിനായിൽ താമസം, രാവിലെ ളുഹറിന് ശേഷം പോയി ജംറകളിൽ കല്ലെറിയാൽ. ഇതാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മം. 12 വേണമെങ്കിൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ 13 വരെ നിൽക്കാം. 13 മഗ്രിബോട് കൂടി ഹജ്ജ് കഴിഞ്ഞു. അള്ളാഹ്ക്ക് വേണ്ടി മൻ ഹജ്ജ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇത്രയും പരിപാടി ചെയ്തതെങ്കിൽ റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, 13 കഴിഞ്ഞ് നേരെ മക്കത്ത് പോയി തവാഫുൽ വിദാ ചെയ്യും, കഅബയോട് വിട പറയും. അതൊരു പൊട്ടിക്കരച്ചിലിന്റെ തവാഫാണ്. അത് അവിടെ നിന്ന് കാണണം. എന്തുകൊണ്ടറിയോ? പിറക്കി 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 വെച്ച പൈസയായിരിക്കും ഹജ്ജിന് വരാൻ. അങ്ങനെ ഒന്നായി കിട്ടി, ഗവൺമെന്റ് ലിസ്റ്റ് കിട്ടി, അവിടെ എത്തി, കൺകുളിർക്ക കണ്ട്, ചെയ്യേണ്ടൊക്കെ നല്ല മനോഹരമായി ചെയ്ത്, ഇഷ്ടംപോലെ ദുആവും ചെയ്ത്, ഇനി ആ നാട്ടിലേക്ക് എപ്പോഴാ പറക്കാൻ പറ്റുകയെന്നറിയില്ല. ചിലപ്പോൾ അടുത്ത കൊല്ലം മയ്യത്തായെങ്കിൽ ആ സങ്കടത്തിലും വേദനയിലും ചില ഹാജിമാര് കാണണം, പൊട്ടിക്കരയുന്നുണ്ടാവും കാബന്റെ മുമ്പ്. അതെ, വിദാഇന്റെ തവാഫ് ആ കരച്ചിലിന്റെ തവാഫാണ്, വിട പറയലാണ്. അതും കഴിഞ്ഞ് വന്നാൽ പിന്നെ അവിടെ നിൽക്കലില്ല, പിന്നെ പെട്ടെന്ന് നാട്ടിലേക്കാണ്. അത് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവാൻ ഹജ്ജ് കർമ്മം, ദുനിയാവിലെ ഏറ്റവും നല്ല അമൽ. അതോടുകൂടി അർക്കാനുൽ ഇസ്ലാം മൊത്തത്തിലും പൂർത്തിയാക്കി പക്കാ മുസ്ലിമായി. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവിടെ എത്തിയിട്ടുള്ള ഹാജിമാർക്ക്, ഹജ്ജുമ്മമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നസീബാക്കട്ടെ. അവിടെ വേറെ പ്രശ്നങ്ങളോ പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ അള്ളാഹു ആ ഹാജിമാരെയും ആ നാടിനെയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ കാക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. മഴക്കാലമാണ്, മഴ അനുഗ്രഹമാണ്. ഒന്ന്, അള്ളാഹു മഴയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട്. അതിലൊന്ന് ഒരു ദൃഷ്ടാന്തമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാഹ്ക്ക് മാത്രമായിട്ടുള്ള ചില ഇൽമുകളുണ്ട്. ഒന്ന് അന്ത്യനാളിന്റെ ഇൽമാണ്. അതെപ്പോ സംഭവിക്കുക അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോഴാണ് വരിക അള്ളാഹ്ക്ക് അല്ലാണ്ട് പറയാൻ പറ്റൂല. പിന്നെ നിരീക്ഷകന്മാര്, ശാസ്ത്രജ്ഞന്മാര് പറയും വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഇടുന്നും പറയാം, അതിനാ ഓഫീസിൽ പോയിട്ട് ഇരിക്കണം എന്നില്ല, അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. വയുനസ്സിലുൽ ഗൈസ്, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഇൽമാണ് എപ്പം മഴ പെയ്യും. നമ്മൾ മഴ പെയ്യൂന്ന് പറയുന്ന എപ്പോഴാ? അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ്. അത് വരാനുള്ള ചില അടയാളങ്ങൾ അവർക്ക് നിരീക്ഷണത്തെ കാണുമ്പോൾ അവർ പറയുന്നതാണ്. അത് വരുത്തുന്നത് അള്ളാഹു മാത്രമാണ്, വേറെ ആൾക്കൊന്നും സാധിക്കൂല. അവിടെയാണ് ചില ആളുകൾ തെറ്റിപ്പോയത്. മഴ വർഷിപ്പിക്കാൻ വേറെ ആൾക്കാർക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഓ മുശ്രിക്ക, എത്രത്തോളം അറിയോ? മഴയുടെ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് മീകായിൽ എന്ന് പേരുള്ള മലക്കിനെയാണ്. ചില ആളുകൾ ആ മീകായിനെ അവരെ വിളിച്ചിട്ട് പറയാറുണ്ട്, മീകായിലെ മഴയില്ല, മഴ വേണം എന്ന് പറഞ്ഞതായി ചില ആളുകൾ പ്രസംഗത്തിൽ ഉമ്മത്തിനോട് പ്രസംഗിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഓ മുശ്രിക്ക, അള്ളാഹ് പറയാണ് എനിക്ക് മാത്രമേ അറിയൂ, മീകായിലിന് അറിയില്ല. ചില ഔലിയാക്കളെ വിളിച്ചിട്ട് മഴ പെയ്യിപ്പിക്കാൻ ദുആ ചെയ്ത സംഭവം വരെയുണ്ട്. അള്ളാഹു കാക്കട്ടെ. യുനസ്സിലുൽ ഗൈസ്, അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അവിടെ മഴ ചോദിക്കേണ്ടത് അള്ളാഹിനോടാണ്, മഴ നിർത്താൻ പറയേണ്ടത് അള്ളാഹിനോടാണ്. 2, അള്ളാഹിന്റെ റുബൂബിയ്യത്തിന്റെ ബുർഹാനാണ് മഴ. സൂറത്തുൽ വാഖിഅ, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, അള്ളാഹു ചോദിക്കാൻ, അടിമകളെ എങ്ങോട്ടാ നിങ്ങൾ ഈ പോകുന്നത്? ആരോടാ നിങ്ങൾ ഈ ദുആ ചെയ്യുന്നത്? ആരോടാ നിങ്ങൾ സഹായം തേടുന്നത്? ആരെയാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ഒന്ന് ചിന്തിച്ചൂടെ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അതിനെ മേഘത്തിൽ നിന്ന് താഴേക്ക് ഇറക്കിയത്? അതല്ല എന്റെ പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, അവരാണോ മഴ വർഷിപ്പിച്ചത്? അം നഹ്നുൽ മുൻസിലൂൻ, നാമാണോ മഴ വർഷിപ്പിച്ചത്? എന്താ അടിമ പറയാ? നീയല്ല, ഇന്ന വലിയാണ് എന്താ പറയാ? അം നഹ്നുൽ മുൻസിൽ വലൗ നശാഉ ലജഅൽനാഹു, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തെ കലർപ്പുള്ള വെള്ളമാക്കി മാറ്റുമായിരുന്നു. കുടിക്കാൻ പറ്റാത്ത തരത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ആർക്കാ ശുദ്ധിയാക്കി തരാൻ പറ്റുക? ആർക്കാ നല്ല വെള്ളം കൊണ്ടുതരാൻ പറ്റുക?
അതുകൊണ്ട് മഴ വരുമ്പം മുഅ്മിനിന്റെ മനസ്സിൽ ഈ ചിന്തകൾ വരണം. അള്ളാഹു അവന്റെ റുബൂബിയ്യത്തിന്റെ തെളിവാ നമുക്ക് കാണിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ വരുന്ന സമയത്ത് ചെയ്ത ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് സൂചിപ്പിക്കാൻ. അതിലൊന്ന്, ആദ്യത്തെ മഴ ശരീരത്തിന് കൊള്ളിക്കൽ സുന്നത്താണ്. അത് കഴിഞ്ഞു. ആദ്യത്തെ മഴ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം മാറ്റി മഴയത്തിറങ്ങി നിന്ന് ശരീരത്തിന് മഴ കൊള്ളിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രധാനപ്പെട്ട സുന്നത്താണ്, മഹ്ജൂറായ സുന്നത്തിൽപ്പെട്ടതാണ്. ആരും അത് ചെയ്യലില്ല, അത് ചെയ്യണം. മഴയുടെ ലക്ഷണമായിട്ട് കാറ്റ് വരും. കാറ്റ് കണ്ടാൽ ആയിഷ റളിയല്ലാഹു പറയാൻ, റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ നിറം മാറും, പേടി പോലെ. അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. ആയിഷ ബീവി ചോദിക്കും, യാ റസൂലുള്ളാഹി എന്തു പറ്റി? ആയിഷ, ആദിന് മുമ്പ് വന്നതും ഇങ്ങനത്തെ ഒരു കാറ്റാണ്. ആദിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വന്നതും ഇതേപോലത്തെ ഒരു കാറ്റാണ്. ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലൂ ഹാദാ ആരിദുൻ മുംതിറുനാ ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം. അത് നോക്കുമ്പോൾ ഒരു കാറ്റിങ്ങനെ വരുന്നുണ്ട്. അവരുടെ മലഞ്ചെരുവുകളിൽ അവർ കാറ്റ് വരുന്ന കാഴ്ച കാണുകയാണ്. അപ്പോൾ അത് പറഞ്ഞു, ഓ ഇതാ കാറ്റ് വരുന്നുണ്ട്, മഴയും കൊണ്ടാണ് വരുന്നത്. അള്ളാഹു പറഞ്ഞു, ബൽ ഹുവ മസ്തഅജൽതും ബിഹി, മഴയും കൊണ്ടുവന്നല്ല. നിങ്ങളുടെ പ്രവാചകനെ അനുസരണക്കേട് കാണിച്ചപ്പം ആ പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അനുസരണക്കേട് കാണിക്കല്ല അള്ളാഹു ശിക്ഷിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ ശിക്ഷ വരട്ടെ. അതായി വരുന്നത് റീഹുൻ, ഒരു കാറ്റ്, ഫീഹാ അദാബുൻ അലീം, അതിൽ വേദനയുള്ള ശിക്ഷയാ ഉള്ളതല്ലാണ്ട് മഴത്തുള്ളികളല്ല. അള്ളാഹു പറഞ്ഞു, തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വർത്താനം നോക്കി. തുദമ്മിർ, അത് തകർത്ത് കളയും. കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും. ബിഅംരി റബ്ബിഹാ, ആ കാറ്റിന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം. കാറ്റ് അള്ളാഹിന്റെ മഖ്ലൂഖാണ്. ആരുടെ ഈ മനുഷ്യന്മാര് കളിക്കുന്നത്? ആരെയും മനുഷ്യന്മാരെ വെല്ലുവിളിക്കുന്നത്? കാറ്റ് അള്ളാഹിന്റെ മഖ്ലൂഖാണ്, കാറ്റിന്റെ റബ്ബാണ് അള്ളാഹു. ബിഅംരി റബ്ബിഹാ, ആ കാറ്റിനോട് അതിന്റെ റബ്ബ് കൽപ്പിച്ചു തകർത്ത് തരിപ്പണമാക്കാൻ. അതങ്ങ് തകർക്കും. അങ്ങനെ അവർ രാവിലെയായി നോക്കുമ്പോൾ അവര് താമസിക്കുന്ന വീട് ചിലപ്പോ ഉണ്ടാവും, ബാക്കി ഒരു സാധനം പോലും കണ്ണ് കാണാത്ത രീതിയിൽ തുടച്ചു മാറ്റിയിട്ടുണ്ടാവും ആ കാറ്റ്. അള്ളാഹിനോട് തമാശ കളിക്കരുത്, അള്ളാഹിനെ കൊച്ചാക്കി കാണരുത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് പറയും, ആയിഷ ആ പേടിയോട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ജീവനോടെ ഉള്ളപ്പം അതാബ് വരൂല. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഉർസിലത്. ആ കാറ്റിന്റെ ഖൈർ ഞാൻ ചോദിക്കുന്നു, അത് കൊണ്ടുവന്നതിന്റെ ഖൈർ ഞാൻ ചോദിക്കുന്നു, അതിന്റെ ഷർറിന് ഞാൻ കാവൽ തേടുന്നു, അത് കൊണ്ടുവന്നതിന്റെ ഷർറിന് ഞാൻ കാവൽ തേടുന്നു. ഇത് സുന്നത്തായ ദുആയാണ്, വർദ്ധിപ്പിക്കണം. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ പറയുന്നുണ്ട്, എന്നാലും ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ഉപകാരമുള്ള മഴയാക്കണേ അല്ലാഹ്. മഴ കുറച്ച് കൂടുന്നുണ്ട്, അധികമായ പോലെ തോന്നുന്നുണ്ട്. എവിടെല്ലോ മരം പൊട്ടി വീണെന്നും മല പൊട്ടിന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഉടനെ തന്നെ അല്ലാഹുമ്മ ഹവലൈന വലാ അലൈന, അല്ലാഹുവേ നമുക്ക് പ്രയാസമുള്ള രീതിയിൽ ഈ മഴയാക്കല്ലേ. എന്നാൽ മഴ ഇല്ലാതെയോ ആക്കണ്ട, ചുറ്റുഭാഗത്തേക്ക് മലഞ്ചെരുവുകളിലേക്ക്, മരങ്ങളും മുളക്കുന്ന സ്ഥലത്തേക്ക്, മരുഭൂമിയിലേക്കൊന്ന് മാറ്റിത്തരിൻ. അനസ് റളിയല്ലാഹു പറയാണ്, ഒരു ദിവസം റസൂലുള്ളാഹി മിമ്പറിന്മേൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ് മദീന പള്ളിയിൽ. മിമ്പറിന്റെ നേരെ മുമ്പുള്ള വാതിലിൽ കൂടെ ഒരു അറാബി കടന്നു വന്നു. ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മുമ്പിൽ വന്നു, യാ റസൂലല്ലാഹ്, മഴയില്ല, പട്ടിണിയിലാണ്, മൃഗങ്ങളൊക്കെ വിശന്ന് മരിക്കാൻ തുടങ്ങി, കൃഷിയൊന്നും മുളക്കുന്നില്ല, ഒന്ന് ദുആ ചെയ്യണേ. റസൂലുള്ളാഹി ഖുതുബ നിർത്തി. അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന 3 പ്രാവശ്യം. അല്ലാഹുവേ മഴതാ അല്ലാഹ്. സഹാബാക്കൾ നേർക്കുനേരെ കാണുകയാണ്. അനസ് ബിൻ മാലിക് പറഞ്ഞു, നമ്മൾ വെയിലും കൊണ്ടാ പള്ളിയിലേക്ക് വന്നത്. റസൂലുള്ളാഹി ഇത് 3 പ്രാവശ്യം പറഞ്ഞു. കൈ താഴ്ത്തുമ്പോഴേക്കും മദീനന്റെ ഭാഗത്ത് കറുത്തിരുണ്ട മേഘങ്ങൾ വരും നമ്മൾ കണ്ടു. അവിടെ മേഘത്തിന്റെ ഒരു പൊടി പോലും ഉണ്ടായിട്ട. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, ഒരു പൊടി പോലും ഉണ്ടായിട്ട. അപ്പുറത്തുള്ള വീടുകളൊക്കെ നമുക്ക് ശരിക്കും കാണാമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും കറുത്ത മേഘം വന്ന് മൂടി, അങ്ങോട്ടിങ്ങോട്ടൊന്നും കാണാത്ത രീതിയിൽ ശറബറ മഴങ്ങു തുടങ്ങി. നമ്മൾ വെയിലും കൊണ്ട് വന്നു, മഴയും കൊണ്ടിട്ട് ഇറങ്ങിപ്പോയി. 6 ദിവസം നിരന്തരമായ മഴ, ഒരാഴ്ച. പിറ്റേന്ന് ഖുതുബ നടത്ത റസൂലുള്ളാഹി തങ്ങൾ. അടുത്ത ആഴ്ചത്തെ വെള്ളിയാഴ്ച അതേ അറാബി വന്നു, യാ റസൂലല്ലാഹ്, മൃഗങ്ങളെല്ലാം ചാവാൻ തുടങ്ങി, കൃഷിയിടത്തിലൊക്കെ വെള്ളപ്പൊക്കായി, നമ്മളാകെ പ്രയാസത്തിലാണ്, ഒന്ന് മാറ്റിത്തരാൻ ദുആ ചെയ്യണേ. കൈവക്കി.
അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുവേ നമുക്കിത് നാശമായി മാറുന്നുണ്ട്, ഒന്ന് മാറ്റിത്തരണേ അല്ലാ. അനസ് റളിയല്ലാഹു പറഞ്ഞു, മഴയും കൊണ്ട് വന്നു, നമ്മൾ വെയിലും കൊണ്ടിട്ട് പുറക്കേക്ക് പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നേർക്ക് നേരെ പള്ളിയിൽ നിന്ന് കണ്ട സഹാബത്തിന്റെ ഈമാനെന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ എന്നിട്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചത് നമ്മളെയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എൻ്റെ അസ്ഹാബുകളാണ്, പക്ഷെ എൻ്റെ ഇഖ്വാനുകൾ വേറെയാണ്. നിങ്ങൾ എൻ്റെ സഹവാസികൾ. ഇഖ്വാൻ എൻ്റെ കൂടപ്പുറകളെ പോലത്തെ ആൾക്കാർ, അവര് എന്നെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളിത് അവർക്ക് പറഞ്ഞു കൊടുക്കും, അത് കേട്ടിട്ട് അവർ വിശ്വസിക്കും. അതാരാണ്? അത് ഞാനും നിങ്ങളുമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി തന്നതാണ്. മഴ കൂടി, മഴ ഭയങ്കര അധികമായി, പുരക്കുന്ന പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നിസ്കാരം നമുക്ക് ജംഅ ചെയ്യാം. ളുഹർ അസറിലേക്ക്, മഗ്രിബ് ഇശായിലേക്ക്. സുന്നത്താണത്. അത് നടപ്പിലാക്കണം. പ്രത്യേകിച്ച് മടിക്കേരി പോലുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴ വന്നു, ആളുകൾക്ക് പള്ളിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു ടെൻഷനും വേണ്ട. അദ്ദീന യുസ്റൻ. തൗഹീദ് അല്ല അദ്ദീന യുസ്റൻ. തൗഹീദ് കടുപ്പാണ്. പക്ഷെ മുവഹിദ് ചെയ്യുന്ന അമലുകളിൽ അള്ളാഹു റുഖ്സകൾ തന്നിട്ടുണ്ട്. നല്ല മഴ, ളുഹറിന് നോക്കുമ്പോൾ നല്ല മഴയുണ്ട്, അസറിന് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ളുഹർ നിസ്കരിച്ച് ഇമാം പറയും, അസറും കൂടി നമുക്ക് നിസ്കരിക്കാം. അസർ അതിന്റെ കൂടെ ജമ്മാക്കി നിസ്കരിച്ചിട്ട് പോയി, പിന്നെ അസറിന്റെ പള്ളിയിലേക്ക് വരണ്ട. അദ്ദീന യുസ്റൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? അങ്ങയുടെ ഉമ്മത്തിന് പ്രയാസമാവാതിരിക്കാൻ. റഹ്മത്തുൽ ലിൽ ആലമീൻ. ഒന്ന്. മറ്റൊരു കാര്യം, ഇനി നല്ല മഴയാണ്, ജംഅ ചെയ്തിട്ടില്ല ഇമാമ്, അസറിനും പള്ളിയിലേക്ക് വരണം, പക്ഷെ കോരിച്ചൊരിയുന്ന മഴ, യാത്ര ബുദ്ധിമുട്ടാണ്, ജമാഅത്ത് നിർബന്ധമില്ല, പുരക്ക് നിസ്കരിച്ചാൽ മതി. ഒരു കടുംപിടുത്തം ഇതിലില്ല. പിന്നെ ആരാ പറഞ്ഞ ഇസ്ലാം ഭയങ്കര കടുപ്പാണ്, ഇസ്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്? ഇസ്ലാം തിരിയാത്തത് കൊണ്ടാണ്. ബുദ്ധിമുട്ട്, കടുപ്പം തൗഹീദിലാണ്. അതുള്ളവന് ഇസ്ലാം വളരെ ഈസിയാണ്, വളരെ രസകരമാണ്. നല്ല മഴ, ജമാഅത്ത് നിർബന്ധമില്ല. മാത്രമല്ല, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം ഇബ്നു ഉമർ ബാങ്ക് കൊടുത്തു പള്ളിയിൽ നിന്ന്. ആ ബാങ്കിൽ അദ്ദേഹം പറഞ്ഞു, അലാ സല്ലൂ ഫിർ ദിഹാൽ, അലാ സല്ലൂ ഫിർ ദിഹാൽ, ഹയ്യ അലൽ ഫലാഹ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, പുരക്കം തന്നെ നിസ്കരിച്ചാൽ മതി. ബാങ്കില് അദ്ദേഹം പറഞ്ഞു, കാന യഅ്മുറുൽ മുഅദ്ദിന ഇദാ കാനത് ലൈലത്തുൻ ദാതു ബർദിൻ വമതരിൻ, രാത്രിയിൽ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ വിളിച്ചിട്ട് പറയും, ബിലാലെ ആരോടും വരണ്ട എന്ന് പറ, ഫസല്ലു ഫിർ ദിഹാൽ, പുരക്ക് നിസ്കരിച്ചോളാൻ പറ, പള്ളിയിലേക്ക് വരണ്ട എന്ന് പറ. ഇത്ര എളുപ്പമുള്ള ദീൻ വേറെ ഏതാ ഉള്ളത്? 5 നേരത്തെ നിസ്കാരത്തെ പറ്റിയായി പറയുന്നത്, പള്ളിയിലേക്ക് വരണ്ട, പുരക്ക് നിസ്കരിച്ചോളേ. ദീനതാണ്. അതുകൊണ്ട് മടിക്കേരിയിൽ ആർക്കെങ്കിലും മഴക്കാലത്ത് പ്രത്യേകിച്ചും പള്ളി കാണുന്നില്ല, ചങ്ങായി പള്ളിയിൽ എന്ന് പറയണ്ട. ചിലപ്പോൾ വരാൻ ബുദ്ധിമുട്ടായത് ഉണ്ടാവാം. വരാതിരിക്കൽ അവൻ റുഖ്സയും കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹിനോട് കാവൽ തേടണം. അദാബായി മാറാതെ, ഉരുൾപൊട്ടലുകളൊന്നും വരാതെ, മണ്ണിടിച്ചിലൊന്നും വരാതെ, അപായങ്ങളൊന്നും വരാതെ അള്ളാഹ്ക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് സന്തോഷത്തോടെ ആ ദീനനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അലാ വഇന്നല്ലാഹ സുബ്ഹാനഹു വതആല അമറനാ ബിസ്സലാത്തി വസ്സലാമി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലു വസല്ലിമു اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين، عن أبي بكر وعمر وعثمان وعلي رضوان الله عليهم أجمعين، وعن الصحابة والقرابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى